സുന്ദരിയായ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി ബലാത്സംഗം ചെയ്ത് അവരുടെ ശരീര അവയവങ്ങൾ ചെറിയ ചെറിയ കഷ്ണങ്ങളായി വെട്ടി അതിൽ നിന്ന് സന്തോഷം കണ്ടെത്തുന്ന ഒരു സീരിയൽ കില്ലർ. സോ കഥയുടെ തുടക്കത്തിൽ തന്നെ ജോ യൂൺ എന്ന സുന്ദരിയായ ഒരു പെൺകുട്ടിയെ കാണാം. അവൾ കാർ ഓടിച്ചു പോകുന്ന സമയം അവളുടെ കാറിന്റെ ടയർ പൊട്ടിപ്പോവുകയാണ്. കാർ സൈഡാക്കി പുള്ളിക്കാരി മെക്കാനിക്കിനെ കാത്തിരിക്കുകയാണ്. ഈ സമയം ജോ യൂണ് തന്റെ ബോയ്ഫ്രണ്ടിനെ കോൾ ചെയ്ത് സന്തോഷത്തോടെ സംസാരിക്കുകയാണ്. എനിക്ക് നിന്നെ നേരിൽ കാണാൻ കാത്തിരിക്കാൻ വയ്യ, എനിക്ക് നിന്നോടൊരു ഹാപ്പി ന്യൂസ് പറയാനായിട്ടുണ്ട് എന്നും പുള്ളിക്കാരി തന്റെ ബോയ്ഫ്രണ്ടിനോട് പറയുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹമാണ് ജോ യൂണിന്റെ ബോയ്ഫ്രണ്ട്, നമ്മുടെ കഥാനായകൻ കിം സോ ഹ്യൂൺ. അവൻ ഒരു രഹസ്യ ഏജന്റ് ആയിട്ടാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ അവര് സംസാരിക്കുമ്പോൾ ജോ യൂണിന്റെ കാറിന്റെ മുന്നിലായിട്ട് ഒരു സ്കൂൾ വാൻ വന്ന് നിർത്തി. വാനിന്റെ ഡ്രൈവർ ജോ യൂണിന്റെ അടുത്ത് വന്ന് കാറിന്റെ ടയർ പൊട്ടിയതാണോ, ഞാൻ സഹായിക്കാം എന്ന് പറയുകയാണ്. ആക്ച്വലി ഞാൻ മെക്കാനിക്കിനെ വിളിച്ചിട്ടുണ്ട്, താങ്കളുടെ സഹായം വേണ്ട എന്ന് ജോ യൂൺ അദ്ദേഹത്തോട് പറഞ്ഞെങ്കിലും ഈ രാത്രിയിലെ മെക്കാനിക്കൊക്കെ വരാൻ ഒരുപാട് സമയമെടുക്കുമെന്ന് പറഞ്ഞ് അയാൾ ടയർ നോക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഈ കാര്യമൊക്കെ ജോ യൂണ് തന്റെ ബോയ്ഫ്രണ്ടായ കിമ്മിനോട് പറഞ്ഞു. നീ വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങേണ്ട, അകത്ത് തന്നെ ഇരുന്നാൽ മതി, സൂക്ഷിക്കണമെന്നും കിം ജോ യൂണിനോട് പറയുന്നുണ്ട്. എന്തായാലും കിമ്മിന് ജോലി സ്ഥലത്തുനിന്ന് ഒരു കോൾ വന്ന് ജോ യൂണിനോട് ഞാൻ നിന്നെ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്തു. ഈ സമയം ആ സ്കൂൾ വാൻ ഡ്രൈവർ വന്ന് ജോ യൂണിനോട് പറയാണ്, മാഡം കാർ നന്നായിട്ട് താണു പോയിട്ടുണ്ട്, ഈ അവസ്ഥയിൽ സ്പെയർ ടയർ മാറ്റുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഓൾറെഡി മെക്കാനിക്കിനെ വിളിച്ചിട്ടുണ്ട്, താങ്കൾ എന്നെ സഹായിക്കാൻ കാണിച്ച മനസ്സിന് ഒരുപാട് നന്ദിയുണ്ട് എന്ന് ജോ അയാളോട് പറഞ്ഞു. അങ്ങനെ അയാൾ തന്റെ വാനിലേക്ക് നടന്നു പോവുകയാണ്. എന്നാൽ അയാൾ വണ്ടിയെടുത്ത് അവിടുന്ന് പോകുന്നില്ല. അപ്പോൾ ജോ യൂണിന് ചെറുതായി ഭയം തോന്നി. പെട്ടെന്ന് അയാൾ ഓടി വന്ന് ജോന്റെ കാറിന്റെ ഗ്ലാസ് മുട്ടിക്കൊണ്ട് അടിച്ചു പൊട്ടിക്കുകയാണ്. ജോ കാറിൽ നിന്ന് ഇറങ്ങി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും അയാൾ ജോനെ പിടിച്ചു വെച്ച് അവളുടെ തലക്കടിച്ച് ബോധം കെടുത്തി. സോ ഗൈസ്, ഇദ്ദേഹമാണ് നമ്മൾ കഥയുടെ തുടക്കത്തിൽ പറഞ്ഞ ആ സീരിയൽ കില്ലർ, ജാങ് ക്യോങ് ചൂൾ. അദ്ദേഹം ഒരു സ്കൂൾ വാൻ ഡ്രൈവർ ആയിട്ടാണ് ജോലി ചെയ്യുന്നത്. തലക്കടിച്ച് ബോധം കെടുത്തിയ ജോനെ അയാൾ തന്നെ വാനിൽ കയറ്റി അയാളുടെ സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ്. അയാളുടെ സീരിയൽ കില്ലിംഗ് രീതിയെക്കുറിച്ച് നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു. ആദ്യം തന്റെ ഇരയെ ക്രൂരമായി ബലാത്സംഗം ചെയ്യും. അപ്പോൾ ജോനെ ബലാത്സംഗം ചെയ്ത് ഒരു പ്ലാസ്റ്റിക് കവറിൽ നഗ്നയായി കിടത്തിയിട്ടാണുള്ളത്. അവൾക്ക് ബോധം വന്നു. ഈ സീരിയൽ കില്ലർ ആയുധങ്ങൾ മൂർച്ച കൂട്ടുന്നത് ജോ കണ്ടു. അവൾക്ക് മനസ്സിലായി ഇയാൾ തന്നെ വെട്ടിക്കൊല്ലാനായിട്ട് പോവുകയാണ് എന്ന്. അപ്പോൾ ജോ തന്നെ ജീവന് വേണ്ടി ആ സീരിയൽ കില്ലറിനോട് യാചിക്കുകയാണ്, പ്ലീസ് എന്നെ കൊല്ലല്ലേ, ഞാൻ ഗർഭിണിയാണ്. അപ്പോൾ ഈ കാര്യമാണ് ജോ തന്റെ ബോയ്ഫ്രണ്ടിനെ നേരിൽ കണ്ട് പറയാനിരുന്ന ഹാപ്പി ന്യൂസ്. എന്തായാലും സീരിയൽ കില്ലറും ഒരു മനസാക്ഷിയും കാണിക്കാതെ അവളെ ക്രൂരമായി ശരീര അവയവങ്ങൾ ഓരോന്നോരോന്നായി വെട്ടി ടോർച്ചർ ചെയ്ത് മൃഗീയമായി കൊന്നുകളയുകയാണ്. അവളുടെ കൈ വെട്ടിയ സമയം അവളുടെ വിരലിലുണ്ടായ കിം പ്രൊപ്പോസ് ചെയ്തപ്പോൾ നൽകിയ മോതിരം അവിടെ താഴെ വീണതായി കാണാം. അടുത്ത ദിവസം കുറച്ച് കുട്ടികൾ ഒരു സ്ഥലത്തുനിന്ന് കളിക്കുകയാണ്. അപ്പോൾ അവർക്ക് ഒരു സഞ്ചി കിട്ടി. അതിൽ എന്താണുള്ളത് എന്ന് അവര് നോക്കിയപ്പോൾ അവര് ഷോക്കായി പോയി. അത് ജോന്റെ ചില ശരീര അവയവങ്ങളാണ്. അങ്ങനെ ആ സ്ഥലത്ത് പോലീസ് അന്വേഷണം നടത്തുകയാണ്. അവിടെ നിന്ന് അവര് ഒരു തല കണ്ടെത്തി. കിം സോ ഹ്യൂൺ ആ സ്ഥലത്തെത്തി. ആ തല കണ്ടപ്പോൾ ഷോക്കായി പോയി. അത് തന്നെ സ്വന്തം കാമുകിയുടെ തലയാണ്. വിശ്വസിക്കാനാവാതെ കിം പൊട്ടിക്കരയുകയാണ്. ഇദ്ദേഹമാണ് ജോന്റെ അച്ഛന്. അദ്ദേഹം റിട്ടയർ ആയ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. എന്റെ മോളോട് ഇത് ചെയ്ത ആ നരാധമൻ ആരാണ്, അവനെ എനിക്ക് കണ്ടെത്തണം, നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നൊക്കെ പറഞ്ഞ് അച്ഛൻ കിമ്മിന്റെ അടുത്ത് പൊട്ടിക്കരയുകയാണ്. ജോനെ സംസ്കരിക്കുമ്പോൾ കിം അവളോട് മാപ്പ് ചോദിക്കുകയാണ്. ഞാൻ നിനക്ക് വേണ്ടി സമയം ചിലവഴിക്കാറില്ല, അന്ന് രാത്രി ഞാൻ തന്നെ അവിടെ വന്നിരുന്നുവെങ്കിൽ ഇന്ന് നിനക്ക് ഇത് സംഭവിക്കില്ലായിരുന്നു, എല്ലാത്തിനും കാരണക്കാരൻ ഞാനാണ് എന്നൊക്കെ പറഞ്ഞ് കിം പൊട്ടിക്കരയുകയാണ്. അതേപോലെ ജോക്ക് കിം ഒരു പ്രോമിസ് നൽകുകയാണ്. അതായത് നിന്നെ ആരാണോ കൊന്നത് അവനെ ഞാൻ കണ്ടെത്തി അവനെ ഇഞ്ചിഞ്ചായിട്ട് ഈ ലോകത്ത് ലഭിക്കാനാവുന്ന ഏറ്റവും കഠിനമായ വേദനയിൽ ഞാൻ കൊന്നുകളയും. ഇതായിരുന്നു തന്റെ കൊല്ലപ്പെട്ട കാമുകിക്ക് കിം നൽകിയ പ്രോമിസ്. അപ്പോൾ ഇവിടെയാണ് കഥ ആരംഭിക്കുന്നത്. അതിനു മുൻപ് ഗൈസ്, എനിക്ക് നിങ്ങളുടെ ചെറിയ ഒരു സഹായം വേണം. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുക. കാരണം അത് നിങ്ങൾക്കായി കൂടുതൽ നല്ല നല്ല വീഡിയോസ് കൊണ്ടുവരാൻ എനിക്ക് വലിയ ഒരു മോട്ടിവേഷൻ തന്നെയായിരിക്കും. സോ ബാക്ക് ടു ദി സ്റ്റോറി. കിം തന്നെ ജോലിയിൽ നിന്നും ഒരു ലോങ് ലീവ് എടുക്കുകയാണ്. അപ്പോൾ ഓഫീസർ കിമ്മിനോട് ചോദിക്കുന്നുണ്ട്, നീ ആ കൊലയാളിയെ കണ്ടെത്തി പ്രതികാരം ചെയ്യാനാണോ പോകുന്നത്, നിയമം കയ്യിലെടുക്കാൻ നിനക്ക് അവകാശമില്ല എന്നും ഓഫീസർ പറയുന്നുണ്ട്. അപ്പോൾ കിം പറയാണ്, അല്ല സർ, എന്റെ മൈൻഡ് ഒട്ടും ശരിയില്ല, എനിക്ക് ഒന്ന് കുറച്ചു കാലം ഒറ്റക്ക് ജീവിക്കണം, എന്നാലേ എനിക്ക് സമാധാനം ലഭിക്കൂ. കിമ്മിന്റെ കൂടെ ജോലി ചെയ്യുന്ന ഇദ്ദേഹമാണ് കിമ്മിന്റെ ബെസ്റ്റ് ഫ്രണ്ട്. അവന് കിമ്മിന് ഒരു ക്യാപ്സ്യൂൾ നൽകുകയാണ്. അപ്പോൾ ഇതൊരു സാധാരണ ക്യാപ്സ്യൂൾ അല്ല, ഇതിൽ GPS ട്രാക്കിങ്ങും അതേപോലെ മൈക്രോഫോണും ഉണ്ട്. നിനക്ക് ഇത് എന്തിനാണ് എന്ന് അവൻ ചോദിച്ചപ്പോൾ കിം അതിന് മറുപടി കൊടുത്തിട്ടില്ല. ജോന്റെ അച്ഛന് കിമ്മിന് പോലീസ് റെക്കോർഡ്സിലുള്ള സ്ത്രീകളെ ഉപദ്രവിക്കുന്ന ചില കുറ്റവാളികളുടെ ഫോട്ടോസും ഡീറ്റെയിൽസും നൽകി
നൽകുകയാണ്. ഇതിൽ നിന്ന് ആരെങ്കിലും ആയിരിക്കും ജോനോട് ഇത് ചെയ്തിട്ടുണ്ടാവുക. അന്ന് രാത്രി അതിലെ ഒരുത്തന്റെ വീട്ടിലേക്ക് കിം കാണാതെ കയറിക്കൂടുകയാണ്. എന്നിട്ട് അവനെ മർദ്ദിച്ച് കമ്പ്യൂട്ടർ വയർ ഉപയോഗിച്ച് കഴുത്തു മുറുക്കി. ജോന്റെ വണ്ടിയുടെ ഫോട്ടോ കാണിച്ച് ഇത് നീയാണോ ചെയ്തത് എന്ന് കിം ചോദിച്ചു. അപ്പോൾ അവനല്ല ഇത് ചെയ്തത്. എന്നിരുന്നാൽ കൂടി കിം അവനെ വെറുതെ വിട്ടിട്ടൊന്നുമില്ല. സ്ത്രീകളെ ഉപദ്രവിക്കുന്ന അവന്റെ പ്രൈവറ്റ് പാർട്ടിൽ മുട്ടികൊണ്ട് അടിച്ച് ബുൾസയാക്കിയിട്ടുണ്ട്. അടുത്ത ദിവസം കിം മറ്റൊരുത്തനെ ചോദ്യം ചെയ്യാനായിട്ട് പോവുകയാണ്. അവൻ ഒരു ഡെലിവറി ബോയ് ആയിട്ടാണ് ജോലി ചെയ്യുന്നത്. അവനെ ബൈക്കിന്റെ പിന്നിൽ ചെന്ന് ഇടിച്ച് അവനെ തല്ലിയിട്ട് കിം ജോന്റെ ഫോട്ടോ കാണിച്ചു. ഇവളെ നിനക്ക് അറിയുമോ? അപ്പോൾ അവൻ അറിയത്തില്ല. അവനെയും കിം വെറുതെ വിട്ടിട്ടില്ല. ക്രൂരമായി അവനെ മർദ്ദിക്കുകയാണ്. കിമ്മിന്റെ അടുത്ത ടാർഗറ്റ് വേറെ ആരുമല്ല, ജോന്റെ യഥാർത്ഥ കൊലയാളിയായ ജാങ് ക്യൂങ് ചുള്ളാണ്. അവൻ ഒരു സ്കൂൾ വാൻ ഡ്രൈവർ ആണ് എന്ന് കിമ്മിന് മനസ്സിലായി. സംഭവം നടന്ന രാത്രി ഒരു വാൻ ഡ്രൈവർ തന്റെ അടുത്തേക്ക് വന്ന കാര്യം ജോ പറഞ്ഞതൊക്കെ കിമ്മിന് ഓർമ്മ വന്നു. അപ്പോൾ തന്നെ കിമ്മിന് മനസ്സിലായി ഇവൻ തന്നെയാണ് കൊലയാളി എന്ന്. ഇവിടെ റോഡ് സൈഡിൽ ഒരു സ്ത്രീ ബസ് കാത്തു നിൽക്കുകയാണ്. അപ്പോൾ ആ സ്ത്രീയുടെ അടുത്ത് ആ സീരിയൽ കില്ലർ തന്റെ സ്കൂൾ വാനിൽ വന്നതായി കാണാം. മാഡം, ഈ സമയത്ത് ബസ്സൊന്നുമില്ല, മാഡത്തിന് എവിടെയാണ് പോകേണ്ടത്? സങ് മിൻ അപ്പാർട്ട്മെന്റ് എന്ന് ആ സ്ത്രീ മറുപടി കൊടുത്തു. ഓഹോ, അവിടത്തേക്കാണോ? ഞാനും അതുവഴിയാണ് പോകുന്നത്. ഞാൻ വേണമെങ്കിൽ മാഡത്തിന് അവിടെ കൊണ്ടുവിടാം. എന്തായാലും ഇപ്പോഴേ ബസ്സൊന്നും വരാനായി പോകുന്നില്ല. ഒരു അപരിചിതന്റെ വണ്ടിയിൽ കയറാൻ ആ സ്ത്രീക്ക് ഭയമാണ്. എന്നാൽ ജാങ് ആ സ്ത്രീയെ കൺവിൻസ് ചെയ്ത് തന്റെ വാനിൽ കയറ്റുകയാണ്. ഇരുട്ടുള്ള റോഡിലെ കൂടിയാണ് അവര് പോകുന്നത്. ആ സ്ത്രീക്കാണെങ്കിൽ ഇപ്പോൾ നല്ല ഭയവുമുണ്ട്. ഈ സമയം ജാങ് തന്റെ ഹാമർ അവിടെ എടുത്തു വെക്കുകയാണ്. അപ്പോൾ തന്നെ ആ സ്ത്രീക്ക് അപകടം മനസ്സിലായി. ജാങ് ഹാമർ കൊണ്ട് ആ സ്ത്രീയുടെ തല കടിച്ച് ബോധം കെടുത്തി. എന്നിട്ട് ആ രാത്രി ജോനെ എങ്ങനെയാണോ കൊന്നത് അതേ രീതിയിൽ ആ സ്ത്രീയെ ജാങ് കൊന്നു കളഞ്ഞു. ജാങ്ങിനെ കുറിച്ച് അന്വേഷിക്കാൻ കിം അവന്റെ വീട്ടിൽ എത്തിയിട്ടുണ്ട്. ജാങ്ങിന്റെ മാതാപിതാക്കളും സ്വന്തം മകനും മാത്രമാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്. അവരോടൊക്കെ സംസാരിച്ചപ്പോൾ കിമ്മിന് ഒരു കാര്യം മനസ്സിലായി. ജാങ് തന്റെ കുടുംബത്തെ കണ്ടിട്ട് ഒരുപാട് നാളുകളായി. അവൻ തനിച്ച് മറ്റൊരു സ്ഥലത്താണ് താമസിക്കുന്നത്. അമ്മക്ക് തന്റെ മകനെ കാണണം എന്ന് നല്ല ആഗ്രഹമുണ്ട്. എന്നാൽ അവന്റെ അച്ഛൻ പറയാണ് അവനെ എനിക്ക് കാണേണ്ട. സ്വന്തം മാതാപിതാക്കളെ ഉപേക്ഷിച്ചത് പോട്ടെ, സ്വന്തം മകനെ ഉപേക്ഷിക്കാൻ അവന് എങ്ങനെ മനസ്സ് വന്നു? കിം ജാങ്ങിന്റെ മകനോടും സംസാരിക്കുന്നുണ്ട്. അങ്ങനെ കിം ജാങ് എന്ന സീരിയൽ കില്ലർ എവിടെയാണ് ഇപ്പോൾ താമസിക്കുന്നത് എന്ന് കണ്ടെത്തി. അവൻ വീട്ടിലില്ലാത്ത സമയം നോക്കി അവന്റെ വീട് സെർച്ച് ചെയ്യാനായിട്ട് കിം കയറിക്കൂടി. അവിടെ നിന്ന് അവന്റെ ലോക്കർ തുറന്നു നോക്കിയപ്പോൾ കിം കണ്ടത് ഞെട്ടിക്കുന്ന കാഴ്ചയാണ്. ഒരുപാട് സ്ത്രീകളുടെ അടിവസ്ത്രങ്ങളും അവരുടെ ചെരുപ്പും ബാഗും എല്ലാമാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ തന്നെ കിമ്മിന് മനസ്സിലായി സ്ത്രീകളെ കൊല്ലുന്ന സീരിയൽ കില്ലറാണ് ജാങ് ക്യൂങ് ചുൾ എന്ന്. അവൻ ഇരകളെ കൊല്ലുന്ന സ്ഥലം കിം കണ്ടു. അവിടെ താറയിലൊക്കെ ചോര കാണാം. അതേപോലെ തന്റെ കാമുകയുടെ മോതിരവും കിമ്മിന് അവിടെ താറയിൽ നിന്ന് ലഭിച്ചു. അത് കണ്ടപ്പോൾ കിം പൊട്ടിക്കരയുകയാണ്. ജോന്റെ കൊലയാളി ജാങ് തന്നെയാണ് എന്ന് കിമ്മിന് മനസ്സിലായി. സോ ഇവിടെ ജാങ് സ്കൂളിൽ നിന്ന് പെൺകുട്ടികളെ തന്നെ സ്കൂൾ വാനിൽ കയറ്റി വീടുകളിൽ കൊണ്ടുവിടാനായിട്ട് പോവുകയാണ്. എല്ലാ പെൺകുട്ടികളെയും വീട്ടിൽ കൊണ്ടുവിട്ടു. ഇപ്പോൾ ആകെ ഒരു പെൺകുട്ടി മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ അവളാണ് ജാങ്ങിന്റെ ഇന്നത്തെ ഇര. അവളെ തന്നെ സ്ഥലത്തേക്ക് കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യാനായിട്ട് പോവുകയാണ്. എന്നാൽ ആ സ്ഥലത്ത് നമ്മുടെ ഹീറോ എത്തിയതായി കാണാം. അവളെ ജാങ് ബലാത്സംഗം ചെയ്യുമ്പോൾ ഇവിടെ ആരോ വന്നിട്ടുണ്ട് എന്ന് ജാങ്ങിന് മനസ്സിലായി. അങ്ങനെ കത്തി എടുത്തുകൊണ്ട് ജാങ് മെല്ലെ നീങ്ങുകയാണ്. ആരാണ് ഇവിടെ വന്നത് എന്ന് നോക്കാൻ. ജാങ് ലൈറ്റ്സ് ഓൺ ചെയ്തപ്പോൾ അവിടെ നിൽക്കുന്ന കിമ്മിനെ ജാങ് കണ്ടു. ജാങ് ഓടിച്ചെന്ന് കിമ്മിനെ കൊല്ലാനായിട്ട് പോവുകയാണ്. എന്നാൽ കിം അവനെ തിരിച്ചു തല്ലി. അവനെ അത്രത്തോളം ക്രൂരമായിട്ടാണ് കിം ഇവിടെ തല്ലുന്നത്. അവസാനം അവനെ ഒരു വലിയ കല്ലെടുത്ത് തലക്കടിച്ച് കൊല്ലാനായിട്ട് പോവുകയാണ്. എന്നാൽ അവനെ ഇത്ര നിസ്സാരമായിട്ട് ഇത്ര പെട്ടെന്ന് കൊല്ലാൻ കിമ്മിന് മനസ്സ് വന്നിട്ടില്ല. അവനെ അടിച്ച് ബോധം കെടുത്തി കിം അവന്റെ വായിൽ ആ GPS ഉള്ള ക്യാപ്സ്യൂൾ ഇടുകയാണ്. ശേഷം ആ പെൺകുട്ടിയെ കിം രക്ഷിച്ചിട്ടുമുണ്ട്. ജാങ്ങിന് ഇവിടെ ബോധം വന്നപ്പോൾ അവൻ അവന്റെ വീട്ടിൽ തന്നെയുണ്ട്. തന്നെ കൊല്ലാതെയാണ് കിം പോയത് എന്ന് ജാങ്ങിന് മനസ്സിലായി. അവന്റെ നെഞ്ചിൽ ഒരു എൻവലപ്പ് ഉണ്ട്. അത് തുറന്നു നോക്കിയപ്പോൾ അതിൽ കുറച്ചധികം കാശാണ്. അവന് ചികിത്സിച്ച് ഭേദമാവാൻ കിം വെച്ചു കൊടുത്ത കാശാണ് അത്. അപ്പോൾ ജാങ്ങിന് തന്നെ കൺഫ്യൂഷനായി. എന്തിട്ട് അവൻ എന്നെ കൊന്നിട്ടില്ല, എന്തിന് അവൻ എനിക്ക് ഇത്രയും അധികം കാശ് തന്നു? ജാങ് ആ രാത്രി റോഡിലെ കൂടി നടന്നു പോവുകയാണ്. അപ്പോൾ ഒരു ടാക്സി ദൂരെ നിന്ന് വരുന്നത് ജാങ് കണ്ടു. ആ ടാക്സിക്ക് കൈകാട്ടി ജാങ് ലിഫ്റ്റ് ചോദിക്കുകയാണ്. സോ ആ ടാക്സിയിലെ ഫ്രണ്ട് സീറ്റിൽ ജാങ് കയറി. ബാക്ക് സീറ്റിൽ മറ്റൊരു പാസഞ്ചർ കൂടിയുണ്ട്. ജാങ് എവിടത്തേക്കാണ് പോകുന്നത് എന്നൊക്കെ GPS ട്രാക്കിങ്ങിൽ കിമ്മിന് കാണാൻ സാധിക്കുന്നുണ്ട്. ജാങ്ങിന് അറിയത്തില്ല തന്റെ വയറ്റിൽ ഈ ക്യാപ്സ്യൂൾ ഉള്ള കാര്യം. ടാക്സി ഡ്രൈവറിന്റെ സംസാരം കേൾക്കുമ്പോൾ ജാങ്ങിന് എന്തോ ഫൗൾ അടിക്കുന്നുണ്ട്. അതേപോലെ ബാക്ക് സീറ്റിൽ ഇരിക്കുന്നവനാണെങ്കിൽ നല്ല ഭയത്തോടെയാണ് ഇരിക്കുന്നത് എന്നും ജാങ് ശ്രദ്ധിച്ചു. പിന്നീട് ജാങ് തന്റെ കത്തി പുറത്തെടുത്ത് വണ്ടി ഓടിക്കുന്നവനെയും ബാക്ക് സീറ്റിൽ ഇരിക്കുന്നവനെയും ഒക്കെ കുത്തി കൊന്നു കളയുകയാണ്. ആ കാർ ഒരു മരത്തിൽ ഇടിച്ചു നിന്നു. ശേഷം ജാങ് ഡിക്കി തുറന്നു നോക്കിയപ്പോൾ ഡിക്കിയിൽ ഒരു ഡെഡ് ബോഡി കണ്ടു. ജാങ് ഇപ്പോൾ കൊന്ന രണ്ടുപേരും ജാങ്ങിനെ പോലെ തന്നെ മറ്റു രണ്ട് കൊലയാളികളാണ് എന്ന് ജാങ്ങിന് മനസ്സിലായി.
മനസ്സിലായി. അപ്പോൾ വണ്ടിയിൽ നടന്ന സംഭവത്തിന്റെ ശബ്ദമൊക്കെ ക്യാപ്സ്യൂളിലെ മൈക്രോഫോൺ വഴി കിം കേട്ടിട്ടുണ്ട്. ആ ടാക്സിയിൽ ഒരു ബാഗിൽ അയാളുടെ വസ്ത്രമൊക്കെ ഉണ്ട്. അടുത്ത ദിവസം ആ ടാക്സിയുമായി വസ്ത്രമൊക്കെ മാറി ചികിത്സക്കായി ജാങ് ഒരു ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. ഡോക്ടർ തന്നെ ചികിത്സിക്കുമ്പോൾ ജാങ്ങിന്റെ ശ്രദ്ധ ആ ഹോസ്പിറ്റലിലെ സുന്ദരിയായ നഴ്സിനെയാണ്. ബില്ലടക്കുന്ന സമയം നഴ്സിനോട് നിന്റെ വയസ്സ് എത്രയാണ്, നിനക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടോ എന്നൊക്കെ ജാങ് ചോദിക്കുന്നുണ്ട്. എനിക്ക് 22 വയസ്സാണ്, ബോയ് ഫ്രണ്ട് ഒന്നുമില്ല എന്നും പുള്ളിക്കാരി മറുപടി കൊടുത്തു. ഇത്രയും സുന്ദരിയായ ഒരു പെൺകുട്ടിക്ക് ബോയ് ഫ്രണ്ട് ഇല്ല എന്നൊക്കെ പറയുമ്പോൾ അത് അവിശ്വസനീയമാണ്. ജാങ്ങിന്റെ സംസാരത്തിലൊക്കെ പുള്ളിക്കാരി അൺകംഫർട്ടബിൾ ആവുന്നുണ്ട്. ഹോസ്പിറ്റലിൽ പൂട്ടുന്ന സമയമായി. ആ നഴ്സ് ഡ്രസ്സിംഗ് റൂമിൽ വസ്ത്രം മാറി വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ്. എന്നാൽ ആ ഡ്രസ്സിംഗ് റൂമിൽ ജാങ് ഉണ്ട്. ജാങ് ഡോറ് ലോക്ക് ചെയ്തു. നീ നിലവിളിച്ചാല് നിന്നെ ഞാൻ എങ്ങനെയൊക്കെ ഉപദ്രവിക്കുമെന്ന് എനിക്ക് തന്നെ പറയാനാവില്ല എന്നൊക്കെ പറഞ്ഞ് ജാങ് ആ നഴ്സിനെ ഭീഷണിപ്പെടുത്തി. എന്റെ ആവശ്യത്തിന് നിന്നു തന്നാൽ നിന്നെ ഞാൻ ജീവനോടെ വിടാം. അപ്പോൾ നിസ്സഹായ ജീവനിൽ കൊതിയുള്ള ആ പാവം നഴ്സ് ജാങ്ങിനോട് എന്നെ ഒന്നും ചെയ്യരുത് എന്ന് പറയുന്നുണ്ട്. വേറെ വഴിയില്ലാതെ ആ പാവം പെൺകുട്ടി കരഞ്ഞുകൊണ്ട് ജാങ് പറയുന്നത് പോലെ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ അവിടെ നടക്കുന്ന ഈ സംഭവമൊക്കെ കിം ജാങ്ങിന്റെ വയറ്റിലെ ക്യാപ്സ്യൂളിലെ കൂടി കേൾക്കുന്നുണ്ട്. അപ്പോൾ കിം അവിടെ എത്തുകയും പെട്ടെന്ന് പിന്നിൽ നിന്ന് വന്ന് ജാങ്ങിനെ ഫയർ എക്സ്റ്റിങ്ക്യൂഷർ കൊണ്ട് തല്ലുകയും ചെയ്തു. ജാങ്ങിന് മനസ്സിലാവുന്നില്ല ഇവൻ എങ്ങനെയാണ് താൻ എത്രയൊക്കെ ദൂരെ പോയിട്ടും തന്നെ തേടി എത്തുന്നത് എന്ന്. ആ നഴ്സിനെ കിം രക്ഷപ്പെടുത്തി എന്നിട്ട് ജാങ്ങിനെ ക്രൂരമായി മർദ്ദിക്കുകയാണ്. മർദ്ദിക്കുന്ന സമയം ജാങ് കരയുമ്പോൾ കിം പറയാണ്, ഇപ്പോഴേ നീ കരയാൻ തുടങ്ങല്ലേ, കാരണം ഇത് വെറും ഒരു തുടക്കം മാത്രമാണ്. വേദന എന്താണ് എന്ന് നീ അറിയാനേ പോകുന്നേയുള്ളൂ. അവന്റെ കാലിൽ കുത്തി മുറിവേൽപ്പിച്ചു കിം ജാങ്ങിനെ ടോർച്ചർ ചെയ്തു. ജാങ്ങിന് ബോധം വന്നപ്പോൾ അവൻ അവന്റെ ടാക്സിയിൽ ഏതോ ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. അതായത് കിം തന്നെ വീണ്ടും വെറുതെ വിട്ടു എന്ന് ജാങ്ങിന് മനസ്സിലായി. അതേപോലെ കിം മുറിവേൽപ്പിച്ച തന്റെ ശരീരത്തിൽ അവൻ തന്നെ മരുന്ന് വെച്ച് കെട്ടിയിട്ടുമുണ്ട് എന്നും ജാങ്ങിന് മനസ്സിലായി. അവൻ എന്തിനാണ് തന്നോട് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ജാങ്ങിന് മനസ്സിലാകുന്നില്ല. അതേപോലെ എങ്ങനെയാണ് അവൻ തന്നെ തേടി കറക്റ്റ് ആയിട്ട് എത്തുന്നത് എന്നും ജാങ്ങിന് എങ്ങനെയും മനസ്സിലാകുന്നില്ല. ജാങ് അന്ന് ചെന്നത് തന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ വീട്ടിലേക്കാണ്. അപ്പോൾ ജാങ്ങിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആരാണ് എന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? അവന്റെ പേരാണ് തെയ്ജോ. സേജങ് എന്ന തന്റെ കാമുകിയുടെ കൂടെയാണ് തെയ്ജോ താമസിക്കുന്നത്. ഇനി ഇവന്റെ പരിപാടി എന്താണ് എന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ജാങ്ങിന്റെ സന്തോഷം തന്റെ ഇരകളെ ബലാത്സംഗം ചെയ്ത് ജീവനോടെ വെട്ടി കൊല്ലുന്നതാണ്. എന്നാൽ തെയ്ജോന്റെ രീതി ഇരകളെ ജീവനോടെ വെട്ടി അവരുടെ അവയവങ്ങൾ പാചകം ചെയ്ത് ഭക്ഷിക്കുന്നതാണ്. സോ നടന്ന കാര്യങ്ങളൊക്കെ ജാങ് തെയ്ജോനോടും അവന്റെ കാമുകിയോടും പറയുന്നുണ്ട്. തെയ്ജോ പറയാണ്, നീ കൊന്ന ഏതോ പെൺകുട്ടിയുടെ കാമുകനോ ഭർത്താവോ ആയിരിക്കും അവൻ. അവൻ നിന്നെ ഓരോ തവണയും ജീവനോടെ വിടുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവൻ നിന്നെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലാനാണ് പ്ലാൻ. ഒരു കാര്യം ഉറപ്പാണ്, അവൻ നമ്മൾ രണ്ടുപേരെക്കാൾ വലിയ സൈക്കോ ആണ്. സോ ഇവര് സംസാരിക്കുന്നതൊക്കെ കിം കേൾക്കുന്നുണ്ട്. കിം അവരുടെ വീടിന്റെ പുറത്ത് തന്നെയുണ്ട്. രാത്രി ജാങ് ഉറങ്ങാനായി കിടന്നു. തെയ്ജോ ആണെങ്കിലും വീണ്ടും മനുഷ്യ മാംസം ഭക്ഷിക്കാനായിട്ട് പോവുകയാണ്. അവൻ ഒരുപാട് ഫ്രിഡ്ജ് ഉണ്ട്. ആ ഫ്രിഡ്ജൊക്കെ തുറന്നു നോക്കിയപ്പോൾ അതിലൊന്നും നല്ല മീറ്റില്ല. അതുകൊണ്ട് അവൻ പുതിയ ഒരു ഇരയെ വെട്ടി ഭക്ഷിക്കാനായിട്ട് തീരുമാനിച്ചു. അവൻ ഒരു വലിയ കൂടുണ്ട്. ആ കൂട്ടിൽ ഒരു പെൺകുട്ടിയെ കാണാം. അവളെ ചങ്ങലിൽ ഇട്ടിട്ടാണ് തെയ്ജോ കൊല്ലാനായിട്ട് പോകുന്നത്. ആ പെൺകുട്ടി കരഞ്ഞുകൊണ്ട് തന്നെ ഒന്നും ചെയ്യലേ എന്നൊക്കെ പറഞ്ഞ് അഭ്യർത്ഥിക്കുന്നുണ്ട്. ഒച്ച വെച്ചാല് നിന്റെ വേദന കൂടും, അല്ലെങ്കിൽ ഞാൻ കാര്യങ്ങൾ എളുപ്പമാക്കുമെന്നും തെയ്ജോ ആ പെൺകുട്ടിയോട് പറയുന്നുണ്ട്. ഈ സമയം നമ്മുടെ ഹീറോ അവിടെ കേറി കൂടിയിട്ടുണ്ട്. കിടന്ന് ഉറക്കം വരാത്ത ജാങ് കിമ്മിനെ കുറിച്ച് ആലോചിക്കുകയാണ്. ജാങ്ങിന് അപ്പോൾ മനസ്സിലായി താൻ കൊന്ന ജോയുൺ എന്ന പെൺകുട്ടിയുടെ കാമുകനാണ് കിം എന്ന്. അവൾ അവസാനമായിട്ട് പറഞ്ഞത് അവൾ ഗർഭിണിയാണ് എന്നാണ്. ഇവിടെ ആരോ കേറി കൂടിയിട്ടുണ്ട് എന്ന് തെയ്ജോക്ക് മനസ്സിലായി. അവൻ അത് നോക്കാനായി ചെല്ലുകയാണ്. അപ്പോൾ അവിടെ കിം പെട്ടെന്ന് എത്തി തെയ്ജോനെ അറ്റാക്ക് ചെയ്യുകയാണ്. എന്നിട്ട് തെയ്ജോനെ കിം അത്രത്തോളം ബ്രൂട്ടൽ ആയിട്ടാണ് മർദ്ദിക്കുന്നത്. അപ്പോൾ ഇവിടെ ഫൈറ്റ് നടക്കുന്ന ശബ്ദം മുറിയിൽ നിന്ന് ജാങ് കേട്ടു. അവൻ തോക്കെടുത്ത് തന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ രക്ഷിക്കാനായിട്ട് പോവുകയാണ്. ഈ സമയം തെയ്ജോ കൊല്ലാനായി ശ്രമിച്ച പെൺകുട്ടി അവിടുന്ന് ഓടി രക്ഷപ്പെട്ടിട്ടുമുണ്ട്. നീ നിന്റെ ഇരകളെ എങ്ങനെയാണോ കൊല്ലുന്നത് അതുപോലെ ഞാൻ നിന്നെ കൊല്ലാനായിട്ട് പോവുകയാണ് എന്ന് പറഞ്ഞ് കിം തെയ്ജോനെ വെട്ടിക്കൊല്ലാനായിട്ട് പോവുകയാണ്. എന്നാൽ ആ സമയം അവിടെ ജാങ് തോക്കും പിടിച്ചെത്തി. അവൻ കിമ്മിനെ വെടിവെച്ച് കൊല്ലാനായിട്ട് ശ്രമിക്കുകയാണ്. എന്നാൽ കിം ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. വെടിശബ്ദം കേട്ട് തെയ്ജോനെ കാമുകി ഉണർന്നു. കിം ഒളിച്ചു നിന്നുകൊണ്ട് ജാങ്ങിനെ അറ്റാക്ക് ചെയ്യാനായിട്ടാണ് പോകുന്നത്. എന്നാൽ കിം ഒളിച്ചു നിൽക്കുന്നത് തെയ്ജോന്റെ കാമുകി കാണുകയും പുള്ളിക്കാരി കിമ്മിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ പുള്ളിക്കാരിയെ വളരെ നിസ്സാരമായിട്ട് ഒറ്റ അടിയിൽ കിം പരാജയപ്പെടുത്തി. ഇത് കണ്ട് തെയ്ജോ ദേഷ്യത്തിൽ ചാടി വന്ന് കിമ്മിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. എന്നാൽ അവന്റെ കയ്യിലുണ്ടായ വടി പിടിച്ചു കയറ്റി കിം അവനെ നിർത്താതെ തല്ലുകയാണ്. അങ്ങനെ തെയ്ജോന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. അവൻ ചത്തിട്ടൊന്നുമില്ലാട്ടോ, എന്നാൽ അവന് സാരമായ പരിക്കുകൾ ഏറ്റിട്ടുണ്ട്. അതിനുശേഷം ജാങ് കിമ്മിനെ വെടിവെക്കാനായി വീണ്ടും ശ്രമിച്ചു. എന്നാൽ കിം അവന്റെ അടുത്ത് ചെന്ന് ആ വടി വെച്ച് അവനെയും ക്രൂരമായി മർദ്ദിച്ച് പരിക്കേൽപ്പിക്കുകയാണ്. എപ്പോഴും കിം അവനെ കൊല്ലാൻ തയ്യാറല്ല. പരിക്കേറ്റ
തേജോനെയും അവന്റെ കാമുകയും പോലീസ് ആശുപത്രിയിൽ എത്തിച്ചു. എന്നാൽ ജാങ്ങിനെ അവിടെ കാണുന്നില്ല. കിം ജാങ്ങിനെ കൂട്ടി എവിടത്തേക്കാണ് പോയിട്ടുണ്ടാവുക എന്ന് പോലീസ് ജോയോണിന്റെ അച്ഛനോട് ചോദിക്കുന്നുണ്ട്. എന്നാൽ അദ്ദേഹത്തിനും അതിനെക്കുറിച്ച് ഒരു അറിവുമില്ല. ജാങ്ങിനെ പോലീസിന് വിട്ടു നൽകാനായി കിമ്മിനോട് പറയണമെന്ന് ജോയോണിന്റെ അച്ഛനോട് പോലീസ് പറയുന്നുണ്ട്. സോ ഇവിടെ ഒരു രഹസ്യ ഹോസ്പിറ്റലിലേക്കാണ് കിം ജാങ്ങിനെ എത്തിച്ചത്. അവിടെ വെച്ച് ജാങ്ങിനെ ചികിത്സിക്കുകയാണ്. കിമ്മിന്റെ ബെസ്റ്റ് ഫ്രണ്ട് കിമ്മിനോട് പറയുന്നുണ്ട്, അവൻ അറിയുമോ അവന്റെ വയറ്റില് ക്യാപ്സ്യൂൾ ഉള്ള കാര്യം. അവന് ലൂസ് മോഷൻ ഉണ്ടെങ്കിലും ആ ക്യാപ്സ്യൂൾ പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ട് എന്നും ഇദ്ദേഹം കിമ്മിനോട് പറയുന്നുണ്ട്. ഇവരുടെ രണ്ടുപേരുടെയും വിചാരം ജാങ്ങിന് ബോധമില്ല എന്നാണ്. എന്നാൽ അവന് ബോധമുണ്ട്. അവര് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ അവൻ കേട്ടിട്ടുമുണ്ട്. അതായത് ജാങ്ങിന് മനസ്സിലായി തന്റെ വയറ്റില് ഒരു GPS ട്രാക്കിംഗ് ഉള്ള ക്യാപ്സ്യൂൾ ഉണ്ട്. അതുള്ളത് കൊണ്ടാണ് കിമ്മിന് കൃത്യമായി തന്നെ ഓരോ തവണയും ട്രാക്ക് ചെയ്ത് വരാൻ സാധിക്കുന്നത്. കിം ഇപ്പോൾ ജാങ്ങിനെ ഒരു ടണലിൽ ഉപേക്ഷിച്ചതായി കാണാം. അതായത് കിം ജാങ്ങിനെ വീണ്ടും വെറുതെ വിട്ടു. ജാങ് അപ്പോൾ ഇവിടെ സംസാരിക്കുകയാണ്. അവനറിയാം അവന് സംസാരിച്ചാൽ എല്ലാം കിം കേൾക്കുമെന്ന്. അപ്പോൾ ജാങ് പറയാണ്, ഇപ്രാവശ്യം നീ എന്നെ വെറുതെ വിട്ടതിൽ നീ ദുഃഖിക്കും. നീ ആരോടാണ് കളിക്കുന്നതെന്ന് നിനക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. നിന്റെ കാമുകിയായിരുന്നു ജോയൂൺ അല്ലെ? നിനക്കറിയാത്ത ഒരു കാര്യം കൂടി ഞാൻ പറയാം. അവളെ ഞാൻ ബലാത്സംഗം ചെയ്ത് കൊല്ലാനായി പോകുന്ന സമയം അവൾ അവസാനമായിട്ട് എന്നോട് പറഞ്ഞത് എന്നെ കൊല്ലരുത്, ഞാൻ ഗർഭിണിയാണ് എന്നാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ കിം ഷോക്കായി പോയി. കിമ്മിന് മനസ്സിലായി ജാങ് തന്റെ വയറ്റിൽ ക്യാപ്സ്യൂളുള്ള കാര്യം മനസ്സിലാക്കിയത്. ജാങ് ഒരു മെഡിക്കൽ ഷോപ്പിൽ പോയി വയറിളകാനുള്ള ടാബ്ലറ്റ്സ് എടുത്ത് ആ ടാബ്ലറ്റ്സ് ഒരുപാട് കഴിക്കുകയാണ്. എന്നിട്ട് ടോയ്ലറ്റിൽ ചെന്ന് തന്റെ വയറ്റിലുള്ള ആ GPS ട്രാക്കിംഗ് ക്യാപ്സ്യൂൾ പുറത്തെടുത്തു. നീ എന്നോട് എന്താണ് പറഞ്ഞത്? വേദന എന്താണ് എന്ന് നീ എന്നെ അറിയിക്കുമെന്നോ? ഞാനാണ് അത് നിന്നെ അറിയിക്കാനായിട്ട് പോകുന്നത് എന്ന് ജാങ് കിമ്മിനോട് പറയുന്നുണ്ട്. കിം പെട്ടെന്ന് ഇവിടെ ജാങ്ങിന്റെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്ത് ആ സ്ഥലത്ത് എത്തുകയാണ്. എന്നാൽ അവിടെ ആ ക്യാപ്സ്യൂൾ മാത്രമേ ഉള്ളൂ. ജാങ് ആ സ്ഥലം വിട്ടിട്ടുണ്ട്. സോ ഇപ്പോൾ ഇനി അവനെ എങ്ങനെ കണ്ടെത്തുമെന്ന് കിമ്മിന് ഒരു ഐഡിയയുമില്ല. അവനെ കണ്ടെത്താനെ കിം നേരെ ചെന്നത് തേജോനെ അഡ്മിറ്റ് ചെയ്ത ഹോസ്പിറ്റലിലേക്കാണ്. എന്നിട്ട് അവനോട് ചോദിക്കാണ്, നിന്റെ കൂട്ടുകാരൻ പോകാൻ സാധ്യതയുള്ള സ്ഥലം ഏതാണ് എന്ന്. അപ്പോൾ അവന് കിമ്മിനെ കളിയാക്കിക്കൊണ്ട് പറയാണ്, എന്തേ ഇപ്പോൾ നീ അവനെ വെറുതെ വിട്ടത് മണ്ടത്തരമായി എന്ന് തോന്നുന്നുണ്ടോ? നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഇനി നിനക്ക് അവനെ കിട്ടത്തില്ല. നീ മുട്ടിയത് തെറ്റായ ആളോടാണ്. അവൻ ആദ്യം കൊന്നത് നിന്റെ കാമുകയാണ്. എന്നാൽ ഇനി അവൻ അവളുടെ കുടുംബത്തെയാണ് വേട്ടയാടാനായിട്ട് പോകുന്നത്. അവരെ രക്ഷിക്കാൻ നീയല്ല ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ പോലും നടക്കില്ല. അവൻ അവന്റെ അവസാനത്തെ ലക്ഷ്യം പൂർത്തീകരിച്ചാലും അവൻ പോലീസിന് കീഴടങ്ങും. പോലീസ് അവനെ അറസ്റ്റ് ചെയ്താലും നിനക്ക് അവനോട് നിന്റെ പ്രതികാരം വീട്ടാനായി പറ്റത്തില്ല. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ കിമ്മിനെ നോക്കി തേജോ കളിയാക്കി ചിരിക്കുന്നുമുണ്ട്. നിനക്ക് ചിരിക്കണമല്ലേ? നിന്നെ എന്നേക്കുമായി ഞാൻ ചിരിപ്പിക്കാമെന്ന് പറഞ്ഞ് കിം അവന്റെ വായ പിടിച്ച് രണ്ടായി കീറിക്കളയുകയാണ്. ഇവിടെ ജാങ് ജോയോണിന്റെ വീട്ടിൽ എത്തിയതായി കാണാം. അപ്പോൾ ഈ സമയം കിം ജോയോണിന്റെ അച്ഛനെ വിളിച്ച് കാര്യങ്ങൾ പറയാനേ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അപ്പോഴേക്കും ജാങ് അവിടെ ഓൾറെഡി എത്തിയിട്ടുണ്ട്. അവൻ ജോയോണിന്റെ അച്ഛനെ വളരെ ക്രൂരമായിട്ട് മർദ്ദിക്കുകയാണ്. ഈ സമയമാണ് ജോയോണിന്റെ സഹോദരിയായ സേയുണും ആ വീട്ടിൽ എത്തിയത്. പുള്ളിക്കാരിക്ക് സീരിയൽ കില്ലർ അവരുടെ വീട്ടിൽ കയറി കൂടിയത് അറിയത്തില്ല. അപ്പോൾ ഒരു പെൺകുട്ടിയെ കിട്ടിയാൽ ജാങ് എന്തൊക്കെ ചെയ്യും എന്ന് ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയണ്ടല്ലോ. അത് തന്നെയാണ് ജാങ് ജോയോണിന്റെ സഹോദരിയോട് ചെയ്തത്. അവരെ രക്ഷിക്കാനെ കിം അവിടെ എത്തിയെങ്കിലും വൈകിപ്പോയി. ജാങ് ചെയ്യേണ്ടതെല്ലാം ചെയ്ത് അവിടുന്ന് സ്ഥലം വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കിമ്മിന് മനസ്സിലായി ജാങ് ഇപ്പോൾ പോകുന്നത് പോലീസ് സ്റ്റേഷനിൽ സറണ്ടർ ചെയ്യാൻ വേണ്ടിയാണ്. അത് കിം തടയണം. പോലീസിന്റെ അറസ്റ്റിലായാലും പിന്നെ കിമ്മിന് ജാങ്ങിനെ ഒന്നും ചെയ്യാനേ പറ്റില്ല. അപ്പോൾ കിം പോലീസ് സ്റ്റേഷനിലേക്കാണ് വളരെ വേഗത്തിൽ പോകുന്നത്. പോലീസ് സ്റ്റേഷന് പുറത്ത് റോഡിനെ നടുക്കായിട്ട് ജാങ് കാറിൽ വന്നതായി കാണാം. അവന് ചോരയിൽ കുളിച്ചിട്ടാണ് നിൽക്കുന്നത്. കൈകൾ രണ്ടും പോക്കി അവൻ പോലീസിന് കീഴടങ്ങാനായി നിൽക്കുകയാണ്. അവിടെ എത്തിയ കിം അത് കണ്ടു. സോ കിം തന്റെ കാറിന്റെ ഡോർ ഓപ്പൺ ചെയ്ത് റിവേഴ്സ് എടുത്ത് ഡോർ ക്രാഷ് ചെയ്ത് പൊട്ടിക്കുകയാണ്. എന്നിട്ട് കാർ വളരെ വേഗത്തിൽ ജാങ്ങിന്റെ അടുത്തേക്ക് ഓടിച്ച് അവനെ പിടിച്ച് വണ്ടിയിൽ കയറ്റുകയാണ്. കിം ജാങ്ങിനെ തട്ടിക്കൊണ്ടു പോകുമ്പോൾ പോലീസ് കിമ്മിനെ തടയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അവരെ കൊണ്ട് അതിന് സാധിച്ചിട്ടില്ല. കിം ജാങ്ങിനെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നത് വേറെവിടെയുമല്ല, ജാങ്ങിന്റെ തന്നെ സ്വന്തം സ്ഥലത്തേക്കാണ്. അതായത് അവൻ അവന്റെ ഇരകളെ കൊല്ലുന്ന സ്ഥലം. ജാങ്ങിനെ കിം ജാങ് ഇരകളെ കെട്ടിയിടുന്ന സ്ഥലത്ത് കെട്ടിയിട്ടിട്ടാണുള്ളത്. പക്ഷെ കിം ജാങ്ങിനെ ഒന്നും ചെയ്യുന്നില്ല. കാരണം ജാങ്ങിന്റെ മുഖത്ത് ഭയമില്ല. അവന്റെ മുഖത്ത് ഭയം വരുത്തിക്കുക, എന്നിട്ട് അവന് ജീവന് വേണ്ടി കിമ്മിനോട് കരയണം. അതിനാണ് കിം ഇവിടെ കാത്തിരിക്കുന്നത്. സോ ഇവിടെ കിം എങ്ങനെയൊക്കെയാണ് ജാങ്ങിനെ ടോർച്ചർ ചെയ്തത് എന്ന് ഞാൻ വിശദമായി പറയുന്നില്ല. കാരണം അത് കേൾക്കുമ്പോൾ തന്നെ നമ്മൾക്ക് പേടിയാവും. കിം ആഗ്രഹിച്ചതുപോലെ തന്നെ ജാങ് പൊട്ടിക്കരയുകയാണ്. അവനെ ജീവിക്കാൻ അനുവദിക്കാൻ വേണ്ടിയല്ല ജാങ് കിമ്മിനോട് കരഞ്ഞു പറയുന്നത്, മറിച്ച് അവന് ഈ വേദന സഹിക്കാനാവുന്നില്ല. അവനെ എത്രയും പെട്ടെന്ന് കൊല്ലാനാണ് ജാങ് കിമ്മിനോട് പറയുന്നത്. എന്നാൽ കിം ജാങ്ങിനെ അത്ര പെട്ടെന്നൊന്നും കൊല്ലാൻ തയ്യാറല്ല. അവനെ
എത്രയൊക്കെ ടോർച്ചർ ചെയ്യാൻ പറ്റുമോ അത്രയൊക്കെ കിം അവനെ ടോർച്ചർ ചെയ്യുന്നുണ്ട്. നീ ഓരോ പെൺകുട്ടികളെയും കൊല്ലുമ്പോൾ അവര് അനുഭവിച്ച വേദന നീയും അറിയണം. ആ വേദന എന്താണ് എന്ന് നീ അറിഞ്ഞാൽ മാത്രമേ ഞാൻ നിന്നെ കൊല്ലുകയുള്ളൂ. എന്റെ കാമുകിക്ക് ഞാൻ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട്. അവൾ അനുഭവിച്ച വേദനയേക്കാൾ അധികം നിന്നെ ഞാൻ അനുഭവിപ്പിക്കുമെന്ന്. അപ്പോൾ ജാങ് കരഞ്ഞുകൊണ്ട് പറയാണ്, പ്ലീസ്, ഞാൻ ചെയ്ത തെറ്റിനൊക്കെ ഞാൻ പ്രായശ്ചിത്തം ചെയ്യാൻ തയ്യാറാണ്. നീ ഇനിയും എന്നെ ഉപദ്രവിക്കല്ലേ. ജാങ്ങിന്റെ മുഖത്തെ ഭയം കിം കണ്ടു. പക്ഷെ എന്നിട്ടും അവനെ ഇപ്പോഴും കൊല്ലാൻ കിം തയ്യാറല്ല. കാരണം അവന് കിട്ടാനാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ശിക്ഷ തന്നെ കിമ്മിന് നൽകണം. അതുകൊണ്ട് അവനെ കിം അല്ല കൊല്ലാനായിട്ട് പോകുന്നത്, അവന്റെ തലയുടെ മുകളിൽ വാള് വെച്ച് അത് ഡോറിൽ കെട്ടി ഒരു ട്രാപ്പ് സെറ്റ് ചെയ്തു. എന്നിട്ട് കിം അവിടുന്ന് പോവുകയാണ്. അതായത് ഇനി ആരാണോ ഡോർ വന്ന് തുറക്കുന്നത് അപ്പോൾ ജാങ്ങിന്റെ തല വെട്ടിപ്പോവും. സോ ആരായിരിക്കും ഡോർ തുറക്കുക? കിം ഇവിടെ നടന്നു പോകുമ്പോൾ അവിടെ ഒരു ടാക്സി വന്നതായി കാണാം. ആ ടാക്സിയിൽ വന്നത് വേറെ ആരുമല്ല, ജാങ്ങിന്റെ സ്വന്തം മാതാപിതാക്കളും ജാങ്ങിന്റെ സ്വന്തം മകനുമാണ്. അപ്പോൾ അവര് വരുന്നത് ജാങ് കണ്ടു. അവൻ ഇപ്പോൾ നല്ല പേടിയായി. കാരണം അവന് മരണപ്പെടാനായിട്ട് പോകുന്നത് സ്വന്തം മാതാപിതാക്കളുടെ കൈകൊണ്ട് തന്നെയാണ്. അച്ഛാ, അമ്മ ഡോർ തുറക്കലേ എന്ന് ജാങ് പറയുകയാണ്. എന്നാൽ ജാങ്ങിന്റെ വായിൽ കിം സെറ്റ് ചെയ്ത ട്രാപ്പിന്റെ കയറുള്ളത് കൊണ്ട് ജാങ് എന്താണ് ഇവിടെ പറഞ്ഞതെന്ന് ആ മാതാപിതാക്കൾക്ക് മനസ്സിലായിട്ടില്ല. അവര് ആ ഡോർ ഓപ്പൺ ചെയ്യുകയും ജാങ്ങിന്റെ തല വെട്ടിപ്പോവുകയും ചെയ്തു. ജാങ്ങിനെ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന അതേ മാതാപിതാക്കളുടെ കൈകൾ കൊണ്ട് തന്നെ കിം അവനെ ഭൂമിയിൽ നിന്ന് പറഞ്ഞയച്ചു. അപ്പോൾ ഇതിനേക്കാൾ വലിയ ശിക്ഷ കിമ്മിന് അവന് കൊടുക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നില്ല. സോ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അവന് കിട്ടേണ്ട ശിക്ഷ തന്നെയാണോ ഇവിടെ കിട്ടിയത്? തന്റെ പ്രതികാരം വീട്ടിയതിനു ശേഷം നമ്മുടെ കഥാനായകൻ പൊട്ടിക്കരയുന്നത് കാണാം. അപ്പോൾ ഇവിടെയാണ് കഥ അവസാനിക്കുന്നത്. ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലിലെ മറ്റുള്ള വീഡിയോസ് കൂടി കണ്ടു നോക്കാൻ മറക്കല്ലേ.